എല്ലാമുള്ള പുഷ്പയ്ക്ക് എന്നാ ചെലതോ ഇല്ല. ഏ അയ്യേ, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കാര്യമില്ലാത്ത ഓരോരോ സാധനങ്ങളെ വീട് കേറി വന്ന് അല്ല, ആക്രമിച്ചു. ഈ കേശവൻ നായരുടെ വീട് ഇതാണോ? പാഴ്സൽ തരാൻ വന്ന ആളാണെങ്കിൽ ഞാൻ ഇപ്പൊ വിളിക്കാം. ഏ, അച്ഛാ, പാഴ്സൽ എന്തുവാടാ? ഒരാളെന്തോ തരാൻ വന്നിട്ടുണ്ട്. ആ, ആരാ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ കേശവൻ നായരെ കാണാൻ വേണ്ടി വന്നതാ. അയ്യോ, തല്ലാനാണെങ്കിൽ ഇന്ന് തല്ല് വാങ്ങിക്കാൻ പറ്റിയ പരുവത്തിലേ അല്ല ഞാൻ. ഏ? അങ്ങനെ നിർബന്ധമാണെങ്കിൽ അടുത്ത ശനിയാഴ്ച ഒരു സ്ലോട്ടുണ്ട്, രാവിലെ 7 മണിക്ക്. വരാൻ പറ്റുമോ? ശോ, കേശവൻ നായരെ ഞാൻ എന്തിനാ കേശവൻ നായരെ തല്ലുന്നത്? ഏ? കേശവൻ നായരെ തല്ലേണ്ട കാര്യം എനിക്ക് എന്താ ഉള്ളത്? നിങ്ങൾ കാരണമല്ലോ എന്റെ മോളിന്ന് സേഫ് ആയിട്ടിരിക്കുന്നത്. ആണോ? ആ, എപ്പോഴും എനിക്ക് നന്ദി ഉണ്ടായിരിക്കും. അതെ, അത് ഞാൻ വന്നതേ, ആ. നമ്മുടെ ഈ ഇതിന്റെ പരിസരത്ത് എവിടുന്നോ ആ. ഒരു ആലോചന എന്റെ മോക്ക് വന്നിട്ടുണ്ട്. ആ. നല്ല പയ്യനാന്നാ പറഞ്ഞത്. ഈ പരിസരത്തൊരു നല്ല പയ്യനെന്ന് പറയുമ്പോ ഒന്ന് അന്വേഷിച്ചിട്ട് മതി. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ പോലെ ഒന്ന് അന്വേഷിച്ചിട്ട് ഉം. എനിക്ക് വിവരം തന്നാ മതി. ആ, അത് നോക്കാം, കുഴപ്പമില്ല. ആ. പിന്നെ ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള ആ, അത് കാര്യമായിരിക്കുമല്ലോ. കറക്റ്റ്. അതെനിക്ക് ബോധ്യമായ കാര്യമാ. അപ്പോ എനിക്ക് ആ ഡീറ്റെയിൽ ഒന്ന് തരണം. ഡീറ്റെയിൽ ഒക്കെ അതിന് മുമ്പായിട്ട് ദാ, ഇത് കയ്യിലോട്ട് വെച്ചേ. ഓ, ഇതൊന്നും വേണ്ടായിരുന്നു. ഓ, ഇതിനൊക്കെ ആരെങ്കിലും കാശ് കൊടുക്കുവോ? എന്നാ പിന്നെ വളരെ നന്ദിയുണ്ട്. ഓ. ഞാൻ തിരക്കി എല്ലാം സത്യസന്ധമായിട്ട് ഒരു വള്ളി പുള്ളി തെറ്റാതെ അറിയിച്ചേക്കാം. എനിക്ക് പരിപൂർണ വിശ്വാസമാണ് നിങ്ങൾ. ആ. നമ്മൾ പിന്നെ കള്ളത്തരം പറയില്ല. അത് ശരി, എനിക്കത് ബോധ്യമായ കാര്യമല്ലേ? അപ്പൊ നമുക്ക് ഇനിയും കാണണം. ഷുവർ, കാണണം. ആ. അപ്പോ പറഞ്ഞ പോലെ. ഓക്കെ. ഓക്കെ. അല്ല, ഈ പണിക്ക് ഇപ്പം കാശും തരാൻ തുടങ്ങിയോ? ഇത്രയും നാള് തല്ലായിരുന്നു. ഡാ മോനെ, കണ്ണൻകുട്ടാ. പോയോ? വലതു മുന്നണിയായിരുന്നോ ഇടതു മുന്നണിയായിരുന്നോ? ഒരു മുന്നണിയല്ല മോനെ, കണ്ട പിടയ്ക്കണ ഇന്ത്യൻ കറൻസി. ഓ, അച്ഛാ, അച്ഛന്റെ പാഷൻ എന്തുകൊണ്ട് നമുക്കൊരു പ്രൊഫഷൻ ആക്കിക്കൂടാ? എടാ, എനിക്കിവിടെ പുറത്തൊരു ബോർഡ് വയ്ക്കണം. ഏ. ഡിറ്റക്റ്റീവ് കേശവൻ നായർ. എന്നിട്ട് വേണം പുറത്തുനിന്ന് കിട്ടുന്ന പോരായിട്ട് ഇവിടെ വന്നടി തരാൻ. അല്ല, ഏ? ഇനി ആ പയ്യനെ ഒന്ന് തിരക്കാൻ പോണല്ലോ. ഏ. എന്ത് തിരക്കാനാ? ഉം. തിരക്കാലും മുടക്കാൻ തന്നെയല്ല. എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കണം. പിന്നെ ബെസ്റ്റ്. പറ്റിയ അയാടേന്ന് കുറച്ച് കാശ് കൂടെ ഒപ്പിക്കണം. അയാളുടെ ജീവിതം മുഞ്ചിക്കയാ. കരിനാക്കെടുത്ത് വളയ്ക്കാതെ ഒന്ന് എണീറ്റ് പോ അങ്ങോട്ട്. ഇനി എല്ലാം കൂടി എന്റെ മേത്ത് കയറി. പിന്നെ നാട്ടുകാര്യം പറ്റിച്ച് നടക്കുക പന്ന കളാൻ. കുളം കലക്കി. കുളം കലക്കി നിന്റെ അപ്പനാടാ. അതെന്നെ പറഞ്ഞ. ഞാൻ തന്നെയാണല്ലോ അത്. ഛെ.